വിശദമായ വാർത്തകളിലേക്ക്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി സംസ്ഥാന കാർഷിക ഉൽപാദന കമ്മീഷണർ ബി അശോക് IAS ആണ് കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്നയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അംഗമോ പ്രസിഡന്റോ ആകുന്നതിന് അയോഗ്യതയുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിലാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ശാലിനി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശാലിനി, ഈ കെ ജയകുമാറിൻ്റെ നിയമനം എന്ന് പറയുന്നത് തന്നെ സർക്കാർ ഈ സ്വർണ്ണ കവർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പൂർണ്ണമായി നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ തിരിച്ചേൽപ്പിക്കുക എന്ന നിലയിലാണ് ഈ കെ ജയകുമാറിനെ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിയമനം തന്നെ അയോഗ്യതയുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയിൽ ഹർജി എത്തിയിരിക്കുന്നത്. മറ്റു വിശദാംശങ്ങൾ പറയൂ ശാലിനി. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കെ ജയകുമാറിന്റെ നിയമനം അത് അസാധുവാണ്, അത് റദ്ദാക്കണമെന്നൊക്കെ ഒരു ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട പരാതികളും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന ആവശ്യമായി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അശോക് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ IAS തലപ്പത്തൊക്കെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ, വിവാദങ്ങൾ, ഫേസ്ബുക്കിലൂടെയുള്ള പ്രതിഷേധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയൊരു പ്രതിച്ഛായ വീണ്ടെടുക്കാനായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക്, ദേവസ്വം ബോർഡിന്റെ ചുമതലയിലേക്ക് കെ ജയകുമാർ IASനെ സർക്കാർ കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കവർച്ച അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ രാഷ്ട്രീയ നിയമനങ്ങളൊക്കെയാണ് സർക്കാർ ദേവസ്വം ബോർഡിൽ നടത്തുന്നത് എന്നുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് കെ ജയകുമാർ IASനെ ആ തലപ്പത്തേക്ക് കൊണ്ടുവന്ന് മുഖം രക്ഷിക്കാനൊരു നടപടി നടത്തിയത്. ആ നടപടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് ഒരു ഹർജി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സംസ്ഥാന കാർഷിക ഉൽപാദന കമ്മീഷണർ കൂടിയായിട്ടുള്ള ഡോക്ടർ ബി അശോക് ആണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അപ്പോൾ 2 ശമ്പളം വാങ്ങുന്ന ഒരു ചുമതലയിൽ അദ്ദേഹത്തിന് ഇരുത്താൻ സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനമെങ്കിലും അയോഗ്യനാക്കണം, ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണം എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. ഇത് ഹർജി മുഖേന തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പറഞ്ഞിട്ടുമുണ്ട്, കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കോടതി ഹർജി അത് ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹർജിയിൽ കെ ജയകുമാർ ദേവസ്വം ബോർഡ് സെക്രട്ടറിക്കും ഒപ്പം തന്നെ സർക്കാരിനും തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നിന്ന് നോട്ടീസും അയച്ചിട്ടുണ്ട്. ആ കോടതിയുടെ നോട്ടീസ് വന്നതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ കെ ജയകുമാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം ഇരിക്കുന്നത് IMGയുടെ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് എന്ന് പറയുന്ന IMGയുടെ ചുമതലയിലാണ്. ആ IMGയുടെ ചുമതലയിൽ നിന്ന്, അതായത് ആ സർക്കാർ സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ്, ആ ഡയറക്ടർ ചുമതലയിൽ നിന്ന് താൻ ഉടൻ തന്നെ ഒഴിയും, അതായത് ഒരു പകരക്കാരൻ വരുന്നത് വരെ മാത്രമാണ് ഈ ചുമതലയിൽ താൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് കെ ജയകുമാർ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരേ സമയം 2 പ്രതിഫലം പറ്റുന്ന എന്നുള്ള ബി അശോകിന്റെ പ്രസ്താവന അത് തെറ്റാണ്. താൻ അങ്ങനെ 2 ശമ്പളം വാങ്ങുന്നില്ല. പുതിയൊരാൾ IMGയുടെ ഡയറക്ടർ ചുമതലയിലേക്ക് വരുന്നത് വരെ ആ ചുമതലയിൽ താൻ ഉണ്ടാകും. അതിനുശേഷം ആ ചുമതല പൂർണ്ണമായും ഒഴിയുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ കെ ജയകുമാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ്. ഇന്ന് ദേവസ്വം ബോർഡിന്റെ യോഗം ചേരുകയാണ്. നിർണായകമായിട്ടുള്ള ചില അജണ്ടകൾ അടക്കം വെച്ചുകൊണ്ട് ശബരിമലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗങ്ങളിൽ എടുത്ത ചില തീരുമാനങ്ങളിൽ അവ്യക്തതകളൊക്കെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഭക്ഷണം കൊടുക്കുന്നത് സദ്യയാക്കുന്നു എന്നുള്ള തീരുമാനത്തിലൊന്നും തന്നെ വ്യക്തമായ തീരുമാനം വന്നിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അജണ്ടയുള്ളൊരു ദേവസ്വം ബോർഡ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുകയാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് അല്പസമയത്തിനകം കെ ജയകുമാർ വരും. മാധ്യമങ്ങൾക്ക് അങ്ങേര് ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം വരുമ്പോൾ തന്നെ പ്രതികരണം ലഭ്യമാക്കി നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും IAS തലപ്പത്തുള്ള ഒരു പോരാണോ ഇത്തരത്തിലൊരു പരസ്യ ഹർജിയിലേക്കൊക്കെ എത്തിയത് എന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. എന്തായാലും 2 ചുമതലയിൽ കെ ജയകുമാർ ഇപ്പോഴും ഇരിക്കുകയാണ്. IMGയുടെ ഡയറക്ടർ സ്ഥാനത്തും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചുമതലയിലും ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥാനം, അതിൽ പ്രധാനമായും ബി അശോക് ഹർജിയിൽ ആവശ്യപ്പെടുന്നത് IMGയുടെ ഡയറക്ടർ ചുമതല ഒഴിയണമെന്നുള്ളതാണ്. ഇരട്ട ശമ്പളം വാങ്ങിക്കൊണ്ട് ഇരട്ട പദവി ഒരാൾക്ക് നൽകാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരാവശ്യമാണ് ഇപ്പോൾ കോടതിക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഒപ്പം തന്നെ വിശദീകരണം കോടതി ആരാഞ്ഞിട്ടുണ്ട്. കെ ജയകുമാർ ഇക്കാര്യത്തിൽ വിശദീകരണവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് നടപടിയായിരിക്കും ഇനി ഉണ്ടാവുക, പകരക്കാരൻ ഉടൻ വരുമോ, സ്ഥാനം ഒഴിയുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാലും മുഖം രക്ഷിക്കാനായി സർക്കാർ എടുത്തൊരു തീരുമാനം ഇപ്പോൾ സർക്കാരിന് തന്നെ വലിയ രീതിയിലൊരു തിരിച്ചടിയും അദ്ദേഹത്തിന് മുന്നിലും സർക്കാരിന് മുന്നിലും ഒരു ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുകയാണ്. എന്തായാലും 2 ചുമതലയിൽ കെ ജയകുമാർ ഈ മണിക്കൂറിലും തുടരുന്നുണ്ട്.
അല്പസമയത്തിനകം തന്നെ കെ ജയകുമാർ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കും ജയകുമാർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്നതിലേക്കും തന്നെ തത്സമയത്തിലേക്ക് എത്താം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിക്കപ്പെട്ട കെ ജയകുമാറിനെ അയോഗ്യയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോടതിയിൽ ഹർജി എത്തിച്ചിരിക്കുന്നത്. ഇതിൽ IAS-കാർ തമ്മിലുള്ള പോരാണോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്ന് സംബന്ധിച്ചുകൂടി ഇനിയും വാർത്തകൾ പുറത്തേക്ക് വരേണ്ടതുണ്ട്. എസ് ശാലിനിയാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും വിശദമായ വിവരങ്ങളുമായി ചേർന്നത്.